റുചിഭേദത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് റോഡ് ഹൗസ് റെസ്റ്റോറൻറ്റിലാണ്. ചാക്കി ബൈപ്പാസിലുള്ള റോഡ് ഹൗസ് റെസ്റ്റോറൻറ്റിലാണ്. സോ നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് ഷെഫാണ്. ഹലോ ഷെഫ്. സോ ഷെഫ്, നമ്മൾ ഇന്ന് എന്താണ് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോകുന്നത്? ചൈനീസ് ഫ്രൈഡ് ചിക്കൻ. ചൈനീസ് ഫ്രൈഡ് ചിക്കൻ. ഓക്കെ. സോ എന്തൊക്കെയാണ് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്? ആദ്യം ചിക്കൻ ബോൺലെസ് ആക്കി എടുക്കും. ഓക്കെ. അതിനുശേഷം ബോൺലെസ് ചിക്കൻ, ചൈനീസ് ഫ്രൈഡ് ചിക്കൻ. പിന്നെ മൈദ, കോൺഫ്ലവർ, പെപ്പർ, സാൾട്ട്, സോയാ സോസ്. അത് ബാറ്റർ മുക്കി ഒരു 10 മിനിറ്റ് വെക്കും. അതിന് ശേഷം ഓയിൽ ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ. അതിനുശേഷം ഇതിൽ ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഇതിലാണ്. സോ ഇത് ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക്? ഇത് സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്. ഇത് ക്യാപ്സിക്കം, അത് സെലറി, ഓക്കെ, അത് ഗ്രീൻ ചില്ലി, ജിഞ്ചർ ആയിട്ടുള്ളത്, ചോപ്പിംഗ്, പിന്നെ ഗാർലിക് ചോപ്പിംഗ്, പിന്നെ ചില്ലി സോസ്, സോയ സോസ്, ഷുഗർ. ഓക്കെ. ചില്ലി സോസും സോയ സോസും യൂസ് ചെയ്യും. എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്? ആദ്യം ഫ്രൈ പാൻ ചൂടാ. സോ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒലിവ് ഓയിൽ തന്നെയാണ്. ഒലിവ് ഓയിൽ. ഏകദേശം ചട്ടി ചൂടായി. ഓക്കെ. സോ പാൻ ചൂടാകുമ്പോഴേക്കും നമ്മൾ ഒലിവ് ഓയിലാണ്. സോ നമ്മളൊരു 2 to 3 ടീസ്പൂൺസ് അല്ലേ? ഇത്രയും വേണം. അത്രയും വേണം. സോ ജസ്റ്റ് ആ ഒരു പാൻ ഒന്ന് നന്നായിട്ട് ഓയിലി ആക്കാനാണ്. ഇത് ഡ്രൈ ആണ്. ഓക്കെ, ഡ്രൈ ആയിട്ട് തന്നെ. ഓക്കെ. സോ ഒലിവ് ഓയിൽ നമ്മൾ ജസ്റ്റ് ഒരു ബേസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഒലിവ് ഓയിൽ ഇത് ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മൾ കുറച്ച് ഒലിവ് ഓയിലേ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ പിന്നെ വേറെ എന്താ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്? വേറെ ഇതിനകത്ത് ഫസ്റ്റ് ഇടുന്നത് ജിഞ്ചി ചോപ്പ് ചെയ്തു, വെളുത്തുള്ളി ചോപ്പ് ചെയ്തു. ഓക്കെ. സോ അതായത് ഗാർലിക്കും ജിഞ്ചറും ആണ് ആദ്യം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഷെഫ് ബിനോയ്, എന്താണ് ഷെഫിന്റെ സ്പെഷ്യാലിറ്റി? ഇവിടെ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് ഷെഫ് ചെയ്യുന്ന ഡിഷ് എന്താണ്? ഞാൻ കൂടുതലും നാടൻ ഐറ്റംസ് ആണ്. ഓക്കെ. പിന്നെ ഇടയ്ക്ക് ചൈനീസും ചെയ്യാറുണ്ട്. സോ ബേസിക്കലി ഏറ്റവും സ്പെഷ്യാലിറ്റി നാടൻ തന്നെയാണ്. സോ എനിക്കൊന്ന് റോഡ് ഹൗസ് റെസ്റ്റോറന്റ് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നാടൻ ഡിഷസ് ആണല്ലേ? ഓക്കെ. സോ ഇങ്ങനെ ചൈനീസിനും ഒരു ഡിമാൻഡ് ഉണ്ടോ എല്ലാവരുടെ ഇടയിൽ? എങ്ങനെയാണ് കസ്റ്റമറിന്റെ ഒരു കൂടുതൽ പ്രിഫറൻസ്? ഇവിടെ കൂടുതലും നാടൻ ഫുഡ് കൂടുതലും പോകുന്നത്. ചൈനീസ് വളരെ കുറവാണ്. ഓക്കെ. നമുക്ക് ജിഞ്ചർ ഗാർലിക്. ഓക്കെ. ഇഞ്ചി. സോ വി ഹാവ് ആദ്യം നമുക്ക് ജിഞ്ചർ ഉണ്ട് ആൻഡ് ഗാർലിക് ആസ് വെൽ. സോ നമ്മൾ പാൻ ചൂടായി വന്നപ്പോഴേ ഇനി ഫസ്റ്റ് ഇഞ്ചി ഇടുക. ഓക്കെ. ജിഞ്ചർ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ ഗാർലിക് ആഡ് ചെയ്യാൻ പോവാണ്. ഗ്രീൻ ചില്ലി. ഓക്കെ. സോ ഗ്രീൻ ചില്ലി നമ്മൾ നേരത്തെ തന്നെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് സ്മോൾ ഫൈൻ ചോപ്പിംഗ് ആണ്. നോർമലി എന്തൊരു ഇതിനായാലും കംപ്ലീറ്റ്ലി ആ ഒരു ഇൻഗ്രീഡിയന്റ് നിറച്ചും ആ ഒരു ഡിഷ് നിറച്ചും ആ ഇൻഗ്രീഡിയന്റ് ഉള്ള ഒരു ഫീൽ ആയിരിക്കും അല്ലെ? ഫൈൻ ചോപ്ഡ് ആയിട്ട് വരുമ്പോഴേ നല്ല ചോപ്പിംഗ് ആണെങ്കിൽ ഡ്രൈ ആയിട്ട്. ഓക്കെ. സോ ഇല്ലെങ്കിൽ ആ ഒരു ഫീൽ നമുക്ക് എല്ലാ ഇതിലും ബൈറ്റിലും കിട്ടണമെന്നില്ല. ഓക്കെ. സോ അത് ചെയ്തു. സോ ഇതിൽ വേറെ എന്തൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്? ഇനി അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ചോപ്ഡ് ക്യാപ്സിക്കം ആണ്. ഓക്കെ. സോ നമ്മൾ ഗ്രീൻ ക്യാപ്സിക്കം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇതിൽ നമുക്ക് വേണം ഒത്തിരി കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ റെഡ്, യെല്ലോ എല്ലാം വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലേ? സോ വാട്ട് എവർ ഇസ് അവൈലബിൾ. നമ്മളിപ്പോൾ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ കറക്റ്റ് കളേഴ്സ് ഒക്കെ വേണമെന്ന് നോക്കി എടുക്കാറില്ലല്ലോ. ഇതെല്ലാം ഒരു എത്രയാ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവും. ഓണിയൻ എടുക്കും. സ്പ്രിംഗ് ഓണിയൻ. ഓക്കെ. സ്പ്രിംഗ് ഓണിയൻ ഇപ്പോൾ ചോപ്ഡ് ഓണിയൻ ആണ്. അപ്പോൾ ഈ സ്പ്രിംഗ് ഓണിയൻ ഒക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതൊത്തിരി ഒന്ന് വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഓണിയൻ ആഡ് ചെയ്യുന്നത്. സോ ഓണിയൻ അഗൈൻ നമ്മൾ നല്ല ഫൈൻ ചോപ്ഡ് ആയിട്ടുള്ള ഓണിയൻ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം നല്ല ഫൈൻ ചോപ്ഡ് ആണ് അല്ലേ? അഗൈൻ നല്ല ഫില്ലിംഗ് ആയിട്ട് ഒരു 4 to 5 സ്പൂൺസ് ഇടണം അല്ലേ? ഒരു 3 സ്പൂൺ.
സോ നോർമലി ഈ ഐറ്റംസ് എല്ലാം തന്നെ നന്നായിട്ടൊന്ന് ചൂടായി വരാൻ ഒത്തിരി ടൈം എടുക്കും അല്ലേ? ഇത് ഡ്രൈ ആണ്. ഡ്രൈ ആണ്. ഓക്കെ. സോ ഒണിയൻ എന്ന് പറയുമ്പോൾ അത് ഗോൾഡൻ ബ്രൗൺ ആവുന്നതായിരിക്കും നമ്മൾ സോട്ട് ചെയ്യും അല്ലേ? സോ നോർമലി ഇങ്ങനെ ഒരു ഡിഷ് ഓർഡർ ചെയ്യുമ്പോൾ എത്ര നേരമാണ് എടുക്കുന്നത്? സാധാരണ നമ്മളവിടെ എല്ലാം ഓൾറെഡി പ്രിപ്പറേഷൻ റെഡി ആയിരിക്കും. ഇതുപോലെ കോട്ട് ചെയ്ത് സെപ്പറേറ്റ് വെച്ചിരിക്കും. പിന്നെ നമ്മൾ അപ്പം തന്നെ വൈകിട്ട് അടിച്ചു ശരിയാക്കും. ഓക്കെ. സോ ഭയങ്കര ടൈം കൺസ്യൂമിങ് അല്ല, ഇതൊക്കെ നമുക്ക് എപ്പോഴും റെഡിമെയ്ഡ് കിട്ടുന്നതാണ്. സോ ഇത് എന്തിന്റെ കൂടെയാണ് നമ്മൾ കഴിക്കുന്നത്? ഇത് പൊറോട്ട, ചപ്പാത്തി, നാൻ, എൻഡോറൻസ്. ഓക്കെ. അതായത് ഇനി റോട്ടി ആയാലും ചപ്പാത്തി, പൊറോട്ടാസ് എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. പക്ഷേ ഇത് ഒത്തിരി നേരം നമ്മളിന്ന് സോട്ടായി വരണം അല്ലേ? നല്ല ഡ്രൈ ആയിട്ട്. മാത്രമല്ല കണ്ടിന്യൂസ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും അല്ലേ? നോർമലി ഓക്കെ കറുത്തു. സോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് അല്ലേ ഇൻ ജനറൽ പറയുന്നത്, എക്സെപ്റ്റ് ഫോർ ദ സോസ് ആണ്. കാരണം നമ്മൾ സോസ് ഒക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളും അല്ല അല്ലേ? അല്ല, ഇതിന് 2 സോസ് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ. സോ രണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഒണിയൻ എല്ലാം നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. സോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും ഇറ്റ്സ് റെഡി. സോ ബാക്കി ഐറ്റംസ് നമുക്ക് അപ്പോൾ ആഡ് ചെയ്യാം അല്ലേ? സോസ് ഒഴിക്കാം. സോസ് ഓക്കെ. സോ നമുക്ക് സോയാ സോസും ഉണ്ട്, ഗ്രീൻ ചില്ലി സോസും ഉണ്ടല്ലോ. സോയാ സോസും ഗ്രീൻ ചില്ലി സോസും ആഡ് ചെയ്യുന്നത്. ഓക്കെ. സോ അത് എത്രയാണ്? നമ്മളൊരു 2 ടീസ്പൂൺസ് ആഡ് ചെയ്താൽ മതിയാവില്ല? 2.5 സ്പൂൺ. സോ ഇനി നമുക്ക് ഗ്രീൻ ചില്ലി സോസ് ആണ്. ഇത് ആദ്യം സോട്ട് ചെയ്തിട്ട് അടുത്ത് നമ്മൾ ഗ്രീൻ ചില്ലി സോസ് ആണ് യൂസ് ചെയ്യാൻ പോണേ. അതും ഒരു 1 ടീസ്പൂൺ. ഓക്കെ. സോ എന്ന് പറയുമ്പോൾ നല്ല എരിവായിരിക്കും അല്ലേ? ചില്ലി ടേസ്റ്റ്. കുറച്ച് വാട്ടർ. ഓക്കെ. സോ നമ്മൾ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ വാട്ടറും കൂടി അതിനോട് ആഡ് ചെയ്യാം. നല്ല നമ്മൾ ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കാം. ഗോൾഡൻ ഫ്രൈ ആകാൻ വേണ്ടി മാത്രം ഫ്രൈ കൂട്ടിയിട്ടേ ഉള്ളൂ. ഇനി കുറച്ച് ഷുഗർ. അപ്പൊ നമ്മൾ എന്താണ് ഈ ഷുഗർ ആഡ് ചെയ്യുന്നത്? ഷുഗറിന് മസാല എല്ലാം കറക്റ്റ് ആകാൻ വേണ്ടി മാത്രം ഷുഗർ ആഡ് ചെയ്യുന്നത്. അതൊരു 1 ടീസ്പൂൺ ആഡ് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. സോൾട്ടും നമ്മൾ അതിന്റെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ട്. സോ ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ ലാസ്റ്റിലാണ് ആഡ് ചെയ്യുന്നത് അല്ലേ? ഇനി ചിക്കൻ ഇടാം. ചിക്കൻ. സോ അത് ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ് ഇതിലോട്ട് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി. സോ ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സായി ആ ഒരു ഇത് കിട്ടേണ്ട മാത്രമേ ആവശ്യമുള്ളൂ. സോ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ എത്ര മിനിറ്റ് കുക്ക് ചെയ്യണം? ഇതൊരു 2-3 സെക്കൻഡ് കുക്ക് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. ഓക്കെ. സോ നമ്മുടെ ഡിഷ് ഓൾമോസ്റ്റ് റെഡിയായി. സോ ഓൾമോസ്റ്റ് ചപ്പാത്തി, റോട്ടി, നാൻ എല്ലാത്തിൻ്റെ കൂടെയും ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. മാത്രമല്ല നമുക്ക് അധികം ഐറ്റംസും വേണ്ടില്ല. സോ നേരത്തെ നമ്മൾ പറഞ്ഞത് ഒന്നും കൂടെ നമുക്കൊന്ന് ഇത് ചെയ്യാം. ജസ്റ്റ് നമ്മുടെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസും നമ്മൾ ഉണ്ടാക്കിയ രീതി. സോ നമ്മുടെ ഡിഷ് ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വേറെ എന്തൊക്കെയാണ് ഈ ഒരു രീതിയിൽ ചൈനീസിൽ വേറെ എന്തൊക്കെ ഡിഷസാണ് ഉള്ളത്? ചൈനീസിൽ ചിക്കൻ ഷിഷ്വാൻ ഉണ്ട്. ഓക്കെ. പിന്നെ ഷിഷ്വാൻ നൂഡിൽസ്. ഓക്കെ. നൂഡിൽസ് ആസ് യൂഷ്വൽ ചൈനീസിന്റെ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന നൂഡിൽസ് എല്ലാം. പിന്നെ ഫ്രൈഡ് റൈസിന് ഷിഷ്വാൻ എല്ലാ ഐറ്റം. അതായത് ചൈനീസ് ആ ഒരു രീതിയിൽ തന്നെ. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ചൈനീസ് ഫ്രൈഡ് ചിക്കനും പിന്നെ വേറെ ഒരു ഡിഷും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ ഈ ഗാർലിക് സോസ്, ബട്ടർ ഗാർലിക് ഫിഷ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. സോ പിന്നെ അല്ലാതെ ഷെഫിന്റെ സ്പെഷ്യലൈസേഷൻ എന്താണ്? എന്താണ് മെയിനായിട്ട് ചെയ്യുന്നത്? ഇവിടുത്തെ ഏറ്റവും ഷെഫ് ഉണ്ടാക്കിയതിൽ ഏറ്റവും സ്പെഷ്യാലിറ്റി ഡിഷ് എന്താണ്? ഞാൻ ഉണ്ടാക്കിയ ഏറ്റവും സ്പെഷ്യലായിട്ട് ഞാൻ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കും. ഓക്കെ. സോ അതായത് മലയാളികളുടെ തന്നെ ഏറ്റവും സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഡിഷസ് ആണ്. ഓക്കെ. സോ പിന്നെ അല്ലാതെ
വേറെ എന്തൊക്കെയാണ്? വേറെ പിന്നെ മീൻ വറ്റിച്ചത് അങ്ങനെ. അതായത് കൂടുതലും നാടൻ ഡിഷസ് ആണ് കൂടുതൽ അല്ലേ? ഞാൻ ആലപ്പുഴക്കാരനായതുകൊണ്ട് ആലപ്പുഴയിലാണ്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡിഷസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് കൂടുതൽ അങ്ങനെ ചെയ്യാറുള്ളത്. സോ പിന്നെ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാറുണ്ടോ? അതായത് ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്ത് എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവന്ന്? അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. ഓക്കെ, എല്ലാം ടൈലർ മെയ്ഡ് ആയിട്ട് ഉള്ളത് മാത്രമാണ് കൂടുതലും ചെയ്യുന്നത്. ഓക്കെ. സോ അല്ലാതെ ഇവിടെ ഇപ്പോൾ നാടനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയാറുണ്ട്. സോ നാടനിൽ തന്നെ എന്തൊക്കെ വിഭവങ്ങളാണ് ഉള്ളത്? ഇവിടെ കൂടുതലും ഒന്ന് ഈ ചിക്കൻ വറുത്തരച്ചത്, പിന്നെ ചിക്കൻ മലബാറി എന്ന് പറയുന്ന ഐറ്റം കൊടുക്കുന്നത്, പിന്നെ എല്ലാം കംപ്ലീറ്റ് കേരളൈറ്റ് ഐറ്റംസ് തന്നെ, പിന്നെ മട്ടൻ പെരട്ട്, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന രാവിലെ. പിന്നെ ഈ ഫിഷ് മോളി, അങ്ങനെ എല്ലാം അങ്ങനെ നാടൻ ഐറ്റം കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ ലെയർ ആയിട്ട് വരുന്ന ഓർഡറുകളൊക്കെ മാത്രമേ ചൈനീസ് ആയിട്ട് അലകാട്ട് അതൊക്കെ വളരെ എന്താ പറയുക റെയർ ആയിട്ട് വരുന്ന ഓർഡേഴ്സ്, അല്ലാതെ വരാറില്ല കാഷ്വലായിട്ട്. ഓക്കെ. സോ എങ്ങനെയുണ്ട് ആ ഒരു ഡിമാൻഡ്, അതായത് ആൾക്കാരുടെ ഇടയിൽ ആ ഒരു നാടൻ ഫുഡിന് എങ്ങനെയുണ്ട് ആ ഒരു റെസ്പോൺസ്? ഇതൊക്കെ നാടൻ ഫുഡ് കൂടുതൽ ഇവിടെ കൂടുതൽ ഹോം ഡെലിവറി ഒക്കെ നാടൻ ഫുഡാണ് വരുന്നത്. ചൈനീസ് വരാറ് ഹോം ഡെലിവറിയും ഉണ്ടല്ലേ? ഓക്കെ. സോ ഇതിപ്പോ നമ്മുടെ ഇത് റെഡി ആയി വന്നിട്ടുണ്ട്. ഓക്കെ. സോ ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും കൂടെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തത്, എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്നുള്ളത്? ആദ്യം നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു. അതായത് ബോൺലെസ് ആയിട്ട് ചിക്കൻ എടുക്കും. ആദ്യം ബോൺലെസ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് അത് 2-3 വട്ടം കഴുകിയിട്ടൊരു മൈദ, കോൺഫ്ലവർ, കുറച്ച് സോയാ സോസ്, പെപ്പർ, സാൾട്ട്, ഇത്ര ഇട്ടിട്ട് പറയാറുണ്ട് ഇതിന്റെ കൂടെ നമ്മൾ കോൺഫ്ലേക്സും കൂടി ഇട്ടാൽ നല്ല ക്രഞ്ചി ആയിട്ട് വരും. സോ അങ്ങനെ ചെയ്യാറുണ്ട്? കോൺഫ്ലേക്സ് ഇട്ട് നമ്മൾ ചെയ്യാറില്ല. നമ്മൾ മൈദ, കോൺഫ്ലവർ ആണ് മെയിൻ ആയിട്ട് ഇടുന്നത്. എന്നാലേ ക്രിപ്സി ആവുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ. അതാണ് കോൺഫ്ലവർ കൂടുതൽ ഇട്ടാലേ ക്രിപ്സി ആവുള്ളൂ. അപ്പം എന്നിട്ട് 10 മിനിറ്റ് വയ്ക്കും. 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കും, മാറ്റി വെക്കും. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞു വെക്കും. ചോപ്പ്ഡ് ഒനിയൻ, ചോപ്പ്ഡ് ഗാർലിക്, ചോപ്പ്ഡ് ക്യാപ്സിക്കം, ചോപ്പ്ഡ് ജിഞ്ചർ, പിന്നെ ഈ സെലറിയും സ്പ്രിംഗ് ഒനിയനും അതിന്റെ ഗാർണിഷിംഗ് ആണ്. ലാസ്റ്റ് മാത്രം നമ്മൾ യൂസ് ചെയ്യണം. അതിനകത്ത് ഇടാൻ പറ്റില്ല. കൂടുതലും ഒരു ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആയിരിക്കും കൂടുതൽ. അതിന്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും കൂടുതലും അതിൽ. അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഓയിൽ വെച്ച്, ഫ്രൈ പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് അത് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ഞാൻ ആദ്യം തീ കൂട്ടിയിട്ടുണ്ടാക്കി. ഞാൻ പെട്ടെന്ന് ഒനിയൻ ഫ്രൈ ആകാൻ വേണ്ടി ഞാൻ കൂട്ടിയിട്ടേ ഉള്ളൂ. ഓഫ് ഫ്ലെയിമിലിട്ട് പതുക്കെ സമയം കൊണ്ട പോലെ എടുക്കുക ചെയ്തതിന് കൂടെ. പിന്നെ ബാക്കിയുള്ള ചോപ്പ്ഡ് ഒനിയൻസ് ഇട്ടിട്ട് ഇത് സോട്ട് ചെയ്യുന്നു. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ സോയ സോസ് ആദ്യം ഒഴിക്കുന്നു. ഫസ്റ്റിൽ ആഡ് ചെയ്യുന്ന സോയ സോസ് ആയിരിക്കും. പിന്നെ ഒരു 2.5 ടീസ്പൂൺസ് രണ്ട് സ്പൂൺ കൂടുതൽ എടുക്കും. പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി സോസ്, പിന്നെ കുറച്ച് പെപ്പർ, ഇത് സാൾട്ട് ബാക്കി ഇതെല്ലാം ഇതിനകത്ത്. പിന്നെ കുറച്ച് വാട്ടർ ഒഴിക്കുന്ന അതിന്റെ ആ ഒരു ഇതിൽ ഇച്ചിരി എല്ലാം പിടിക്കാൻ, മസാല എല്ലാം പിടിക്കാൻ വേണ്ടി മാത്രം ആഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നല്ല ഫ്രൈ ആക്കി എടുക്കുക. സോ ഇത് ഒരു ഗ്രേവി അല്ല, ഒരു ഡ്രൈ ആയിട്ട് കൊടുക്കാം. സ്റ്റാർട്ടറായിട്ട് മിക്കവാറും കഴിക്കാറുള്ളൂ. ഓക്കെ. സോ എന്തിനെങ്കിലും കൂടുതലിനെക്കാട്ടിലും സ്റ്റാർട്ടർ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഡിഷാണ്. ഓക്കെ. സോ നമ്മുടെ ഡിഷ് ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി പ്ലേറ്റിലേക്ക് ആക്കാം. ഓക്കെ. ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് പ്ലേറ്റിലേക്ക് ആക്കാം. സോ നന്നായിട്ട് നമ്മൾ ആ ഒരു ഫ്ലെയിമിൽ കാണിച്ച് അതിനെ ഡ്രൈ ആക്കി എടുക്കുകയാണ്. കാരണം ഈ ഡിഷ് ഒരു ഗ്രേവി ഡിഷ് അല്ല. സോ ഈവൻ അത് ഗ്രേവി ആക്കണമെങ്കിൽ അങ്ങനെ ആക്കുകയും ചെയ്യാം. പക്ഷെ ആക്കിയാലും ചിക്കന് പൊട്ടലുണ്ടാവും. ഓക്കെ. സോ ബെസ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ട് തന്നെ ഇത് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ പ്ലേറ്റിലേക്ക്. ഓക്കെ, പ്ലേറ്റിലാണ്. നമ്മുടെ ഡിഷ് നമ്മൾ ഇനി പ്ലേറ്റിലോട്ട് ആക്കാൻ പോവാണ്. ഓക്കെ. സോ ഈവൻ ദോ നമ്മൾ വളരെ ഡ്രൈ ആണെന്ന് പറഞ്ഞെങ്കിലും അതിനൊരു മസാല പോലെ നമുക്ക് ഒത്തിരി ഉണ്ട് അല്ലേ? സോ ഈവൻ നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിക്കുവാണെങ്കിലും ദിസ് ഈസ് ക്വൈറ്റ് ആപ്റ്റ്. കാരണം നമുക്ക് എല്ലാം കഴിക്കാനും വേണ്ടിയുള്ള ഒരു ഡിഷാണ്. ആൻഡ് ഇറ്റ്സ് ഫില്ലിംഗ് ആസ് വെൽ. സോ നോർമലി സ്റ്റാർട്ടർ ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിലും കഴിക്കാം അല്ലേ? ഇനി ഇതിന്റെ ഗാർണിഷിംഗ് ഫസ്റ്റില് നമ്മൾ സെലറി ഇടുക. സെലറിയും സ്പ്രിംഗ് ഒനിയനും യൂസ് ചെയ്താണ് നമ്മൾ ഇതിനെ ഗാർണിഷ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ സെലറി
അതിൽ യൂസ് ചെയ്യണം. ഇതൊക്കെ നല്ല ഫൈൻ ചോപ്ഡ് ആണ് അല്ലേ? യെസ്. സോ സെലറി ഇട്ടു. ഇനി സ്പ്രിംഗ് ഓണിയൻ ആണ് ഇട്ടത്. ഇനി അടുത്ത് സെലറി. സോ നോർമലി നമ്മൾ എന്തൊരു ഫ്രൈഡ് ഐറ്റം ആയാലും ഇങ്ങനെ നമ്മളൊരു ഗ്രീൻ ലീവ്സ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് അത് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീഷൻ വരുന്നത് അല്ലേ? സോ നമ്മുടെ ഡിഷ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഷെഫ്. സോ വളരെ കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ഡിഷ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. സോ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. സോ വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഹ്യൂജ് ചിക്കൻ പീസസ് ആണ്. സോ ഹ്യൂജ് ചങ്ക്സ് ആണ് അല്ലേ? സോ ഇറ്റ്സ് ടൈം ഫോർ മീ ടു ടേസ്റ്റ് ഇറ്റ്. റിയലി വെൽ കുക്ക്ഡ് അല്ലേ? കാരണം എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും റിയലി വെൽ കുക്ക്. അത് നമ്മൾ ഈ മസാലയായിട്ട് ഇതിൽ അധികം ഒന്നും ആഡ് ചെയ്യുന്നില്ല അല്ലേ? ഇല്ല, ഈ 2 സോസ് ഐറ്റം മാത്രം, പിന്നെ പഞ്ചസാര ഉപ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എന്താ പറയും, ചിക്കനിന് നമുക്ക് ആ ഒരു റോ ടേസ്റ്റ്, ആ ചിക്കൻ്റെ തന്നെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് റോ, ഇറ്റ്സ് വെൽ കുക്ക്ഡ്, പക്ഷെ എന്നാലും അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും ഫ്ലേവറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാനും പറ്റുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ആ ഗ്രേവി വെച്ച് തന്നെ നമുക്ക് എല്ലാം ഫുഡൊക്കെ കഴിക്കാനും പറ്റും. സോ താങ്ക്സ് എ ലോട്ട് ഷെഫ്. ആൻഡ് ഓൾസോ ഇതല്ലാണ്ട് ഇപ്പോൾ ചൈനീസിൽ ഇപ്പോൾ നമ്മൾ ഇതിൽ കണ്ടു 2 സോസേ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ അല്ലാതെ ഒത്തിരി വെറൈറ്റി സോസസ് ഉണ്ട്. ഓയിസ്റ്റർ സോസ് ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്. കൂടുതലും നമ്മൾ ഈ ചൈനീസ് ഡിഷസ് എന്ന് പറയുമ്പോൾ സോസസിന്റെ ഒരു കളിയാണ്. സോ അങ്ങനെ ഉള്ള വേറെ ഡിഷസ് ഉണ്ട് ഇവിടെ. ഓക്കെ, അങ്ങനെ ചെയ്യാറുണ്ടോ? വെറൈറ്റി ആയിട്ട് കുറേ സോസസ് ഉണ്ട്. ഗ്രിൽഡ് ആയിട്ടുള്ള സോസ് അടിച്ച്, ഗാർലിക് സോസ് അടിച്ച്, അതിനകത്ത് ഒരുപാട് സോസ്, ഗ്രേവി തന്നെ സോസ് ആയിരിക്കും അല്ലേ ബേസിക്കലി? സോ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനെ കുറച്ച് സോസ് ഉള്ള ഡിഷസും വേറെ ഉണ്ടോ? ഓ, സോ അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു ചൈനീസ് ഡിഷസ് ഇവിടെ അവൈലബിൾ ആണ്. സോ എല്ലാവർക്കും ഇവിടെ വരാം, ട്രൈ ചെയ്യാം. സോ റോഡ് സൈഡ് റെസ്റ്റോറൻറ്റ് കൂടെയാണ്. സോ താങ്ക്സ് എ ലോട്ട് ഷെഫ്, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് കാണിച്ചു തരുന്നതിന്. സോ ഷെഫ് ബിനോയ് ആണ് നമുക്കിത് കാണിച്ചു തരുന്നത്. താങ്ക്സ് എ ലോട്ട് ഷെഫ്. സോ നാളെ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ട് കാണുന്നവർക്കും എല്ലാവരും ടേക്ക് കെയർ, ഹാവ് ഫൺ. ദിസ് ഇസ് ഷാരൻ സൈനിങ് ഓഫ്.